രാജ്യത്ത് ഇന്ധനവില ഇനിയും കൂടുമെന്ന റിപ്പോർട്ട്. ഘട്ടം ഘട്ടമായി വില കൂട്ടുമെന്നാണ് റിപ്പോർട്ട്. വിപണിയിലെ പ്രത്യാഘാതം കണക്കിലെടുത്താണ് ഒറ്റഘട്ടമായി വില വർദ്ധിപ്പിക്കാത്തത്. എണ്ണക്കമ്പനികൾക്ക് ഇപ്പോഴും 750 കോടി പ്രതിദിന നഷ്ടമെന്ന് പെട്രോളിയം മന്ത്രാലയം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, വില വർധന വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഉറപ്പായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. 4 ദിവസത്തിനിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച 3 രൂപ കൂട്ടുന്നു. ഇന്നിപ്പോൾ 1 രൂപയ്ക്കടുത്തുള്ള വർധന ഡീസൽ, പെട്രോൾ വിലയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ഘട്ടം ഘട്ടമായി വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ആഭ്യന്തര യോഗങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളുണ്ടായി. പ്രത്യേകിച്ച് പ്രതിസന്ധി തുടരുകയാണെങ്കിൽ വീണ്ടും വില വർദ്ധിപ്പിക്കേണ്ടി വരും. 1000 കോടി രൂപയുടെ പ്രതിദിന നഷ്ടമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. 3 രൂപ കൂട്ടിയതോടുകൂടി ഇത് 250 കോടിയുടെ നഷ്ടം നികത്താനായി. പക്ഷേ 750 കോടിയുടെ നഷ്ടം ഇപ്പോഴും ഉണ്ട് എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത്. ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒറ്റഘട്ടമായി ഈ വില വർദ്ധിപ്പിക്കാത്തത് വിപണി പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് കണക്കിലെടുത്താണ് എന്നുകൂടി മനസ്സിലാക്കുകയാണ്. അതിനിടെ ഈ വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദില്ലിയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അവരുടെ യൂണിയൻ വലിയ പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. വരുന്ന വ്യാഴാഴ്ച മുതൽ 3 ദിവസം രാജ്യ തലസ്ഥാനത്ത് ഓട്ടോ ടാക്സികൾ നിശ്ചലമാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. 4 രൂപ 4 ദിവസത്തിനുള്ളിൽ കൂട്ടി ഇനിയും വില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാധു, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ധന വില ഉയരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.